നമസ്കാരം കഥാസരിത് സാഗരം പ്രേക്ഷകരെ. ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് മഹാഭാരതത്തിന്റെ മറഞ്ഞുപോയ ഒരു ശക്തിപ്രതിമയുടെ ലോകത്തിലേക്കാണ്. വീരന്മാരുടെ പേരുകൾ സ്വർണ്ണലിപികളിൽ എഴുതപ്പെട്ട ആ മഹാകാവ്യത്തിൽ അവരുടെ നിഴലിൽ മൗനമായി ജീവിച്ച ഒരു പെൺകരുത്ത് ചരിത്രത്തിന്റെ അടിത്തട്ടിലേക്ക് തള്ളപ്പെട്ടു. അവളുടെ പേര് ഭാനുമതി. ഹസ്തിനപുരത്തിന്റെ മരുമകളാകുന്നതിനു മുൻപ് അവൾ കാംബോജ ദേശത്തിലെ കരുത്തുറ്റ രാജകുമാരിയായിരുന്നു. സ്വർണ്ണാഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും അവളുടെ അലങ്കാരമല്ല, അങ്കത്തട്ടിലെ വിയർപ്പും മല്ലയുദ്ധത്തിലെ വീര്യവുമായിരുന്നു അവളുടെ യഥാർത്ഥ അഭിമാനം. പുരുഷന്മാരെ പോലും വിറപ്പിച്ച ഒരു മല്ലയുദ്ധ വിദഗ്ധ. ഇത് ഒരു കഥയല്ല, ഭാനുമതി എന്ന സ്ത്രീയുടെ യഥാർത്ഥ ചരിത്രമാണ്. ഗദായുദ്ധത്തിൽ ബലരാമന്റെ പ്രിയശിഷ്യനായിരുന്നു ദുര്യോധനൻ. എന്നാൽ ആ കരുത്തിനൊപ്പം നിൽക്കാൻ ഹസ്തിനപുരത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഭാനുമതി മാത്രമായിരുന്നു. ശാരീരിക ബലത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും അടിസ്ഥാനത്തിലായിരുന്നു ഭാനുമതിയും ദുര്യോധനനും തമ്മിലുള്ള ബന്ധം. അവൾ വെറും ഒരു രാജ്ഞിയല്ല, ഹസ്തിനപുരത്തിന്റെ ശക്തിയെ ഉള്ളിൽ നിന്ന് അറിയുന്ന ഒരു സഹയാത്രികയായിരുന്നു. സൈനിക പരിശീലനശാലകളിൽ പോലും ഭാനുമതിയുടെ സാന്നിധ്യം ഒരു അടയാളമായിരുന്നു എന്ന് പുരാണങ്ങൾ പറയുന്നു. പക്ഷേ ആ കൊട്ടാരത്തിൽ ഭാനുമതിയുടെ കരുത്ത് തിരിച്ചറിഞ്ഞ മറ്റൊരു വീരനും ഉണ്ടായിരുന്നു, അംഗരാജൻ കർണൻ. ദുര്യോധനന്റെ ആത്മസുഹൃത്തും കൗരവസേനയുടെ കാവൽമതിലുമായിരുന്നു കർണൻ. ശൗര്യത്തെയും ധൈര്യത്തെയും ഒരുപോലെ ആദരിച്ച ഒരു യഥാർത്ഥ വീരൻ. മല്ലയുദ്ധത്തിന്റെ അടവുകളിലും ശാരീരിക പരിശീലനങ്ങളിലും കർണനും ഭാനുമതിയും പരസ്പരം അഗാധമായ ബഹുമാനം പുലർത്തിയിരുന്നുവെന്ന് പുരാണങ്ങൾ പറയുന്നു. അത് പ്രണയമായിരുന്നില്ല, അത് വീരന്മാർ തമ്മിലുള്ള മൗനബഹുമാനമായിരുന്നു. ഭാനുമതിയുടെ ജീവിതത്തിലെ ഏറ്റവും വിചിത്രവും അർത്ഥവത്തുമായ ഒരു സംഭവമുണ്ട്. ഒരിക്കൽ അന്തഃപുരത്തിന്റെ നിശബ്ദതയിൽ ഭാനുമതിയും കർണനും ചതുരംഗം കളിക്കുകയായിരുന്നു. കളി ഭാനുമതി തോൽക്കുമെന്ന ഘട്ടമെത്തിയപ്പോൾ ദൂരത്തുനിന്ന് ദുര്യോധനന്റെ പാദധ്വനി അവൾ കേട്ടു. അവൾ എഴുന്നേറ്റു. എന്നാൽ തോൽവി പേടിച്ച് ഓടുകയാണെന്ന് കർണൻ തെറ്റിദ്ധരിച്ചു. അവളുടെ വസ്ത്രത്തിന്റെ തലപ്പിൽ അവൻ പിടിച്ചുവലിച്ചു. ആ പിടിയിൽ ഭാനുമതിയുടെ വസ്ത്രത്തിലെ മുത്തുകൾ പൊട്ടി നിലത്ത് ചിതറി വീണു. അതേ നിമിഷം ദുര്യോധനൻ അകത്തേക്ക് കടന്നുവന്നു. മറ്റേതൊരു ഭർത്താവും സംശയിച്ചേനെ, കോപിച്ചേനെ. എന്നാൽ ദുര്യോധനൻ ചിരിച്ചുകൊണ്ട് ഒറ്റ ചോദ്യം മാത്രം ചോദിച്ചു. കർണ, ഈ മുത്തുകൾ ഞാൻ പെറുക്കി എടുക്കണോ അതോ കോർത്തു തരണോ? അത് ഒരു ചോദ്യം മാത്രമായിരുന്നില്ല, തന്റെ പത്നിയുടെ സ്വഭാവത്തിലും തന്റെ സുഹൃത്തിന്റെ വിശ്വസ്തതയിലുമുള്ള ദുര്യോധനന്റെ അചഞ്ചലമായ വിശ്വാസമായിരുന്നു അത്. അവിടെ നിലത്ത് ചിതറിയത് മുത്തുകൾ മാത്രമല്ല, ചരിത്രം കണ്ട ഏറ്റവും അപൂർവമായ വിശ്വാസബന്ധവും ആയിരുന്നു. ഭാനുമതിയുടെയും ദുര്യോധനന്റെയും സ്നേഹത്തിന്റെ പ്രതീകമായി 2 മക്കൾ പിറന്നു. പുത്രൻ ലക്ഷ്മണകുമാരൻ, പുത്രി ലക്ഷ്മ. ലക്ഷ്മണകുമാരൻ പിതാവിനെ പോലെ ഗദായുദ്ധത്തിൽ മിടുക്കനും മല്ലയുദ്ധത്തിൽ കരുത്തനും ആയിരുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവ പക്ഷത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വീരന്മാരിൽ ഒരാൾ. ഭാനുമതി പകർന്നു നൽകിയ മല്ലയുദ്ധമുറകളും വീര്യവുമാണ് അവനെ ഒരു യഥാർത്ഥ ക്ഷത്രിയനാക്കിയത്. എന്നാൽ അഭിമന്യുവിന്റെ കൈകളാൽ ലക്ഷ്മണകുമാരൻ വീണപ്പോൾ ഒരു യുദ്ധം മാത്രമല്ല, ഒരു അമ്മയുടെ ഹൃദയമാണ് തകർന്നു വീണത്. മകൾ ലക്ഷ്മണസുന്ദരിയും ധീരയുമായിരുന്നു. സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ പുത്രനായ സാമ്പനാണ് അവളുടെ ഭർത്താവ്. ശത്രുപക്ഷത്താണെങ്കിലും മകളെ ശരിയായ കൈകളിൽ ഏൽപ്പിക്കാൻ കഴിഞ്ഞത് ഭാനുമതിയുടെ ജീവിതത്തിലെ ഒരു വിജയമായിരുന്നു. കുരുക്ഷേത്ര യുദ്ധം ഭാനുമതിക്ക് സമ്മാനിച്ചത് തീരാത്ത നഷ്ടങ്ങളാണ്. ആദ്യം കർണൻ വീണു. അപ്പോൾ തന്നെ ഭാനുമതി അറിഞ്ഞിരുന്നു, ഇനി ദുര്യോധനൻ ഒറ്റപ്പെടുകയാണെന്ന്. അവസാനം ദുര്യോധനനും വീണപ്പോൾ അത് ഒരു ഭർത്താവിന്റെ മരണം മാത്രമായിരുന്നില്ല, അത് ഒരു യുഗത്തിന്റെ തകർച്ചയായിരുന്നു. എന്നിട്ടും ആ മല്ലയുദ്ധ വിദഗ്ധ പതറിയില്ല. മകൾ ലക്ഷ്മണയുടെയും ഹസ്തിനപുരത്തിന്റെ നിലനിൽപ്പിനായും അവൾ മുന്നോട്ട് നടന്നു. ചില പുരാണങ്ങൾ പറയുന്നു, പിന്നീട് അവൾ അർജുനന്റെ പത്നിയായി മാറിയെന്ന്. അത് വെറും ഒരു വിവാഹമായിരുന്നില്ല, അത് ശത്രുത അവസാനിച്ച ഒരു പുതിയ കാലത്തിന്റെ തുടക്കമായിരുന്നു. ലോകം ദുര്യോധനനെ വില്ലനായി കണ്ടപ്പോൾ അവനിലെ സ്നേഹനിധിയായ ഭർത്താവിനെ അറിഞ്ഞ ഒരേയൊരു സ്ത്രീ ഭാനുമതിയായിരുന്നു. അധികാരമോഹങ്ങൾക്കും രാജ്യലോഭങ്ങൾക്കും യുദ്ധങ്ങൾക്കും ഇടയിൽ ഹോമിക്കപ്പെട്ടുപോയ അനേകം ജീവിതങ്ങളുടെ പ്രതിനിധിയാണ് അവൾ. ചരിത്രം വിജയികളെ മാത്രം എഴുതുമ്പോൾ പരാജിതരുടെ മൗനവേദന ഹൃദയത്തിൽ വഹിച്ച ഒരു സ്ത്രീ ഭാനുമതി. അവൾ വില്ലന്റെ ഭാര്യയായിരുന്നില്ല, അവൾ ഒരു യുഗത്തിന്റെ വേദനയായിരുന്നു. മല്ലയുദ്ധത്തിലെ പോരാളിയായും സ്നേഹനിധിയായ ഭാര്യയായും ഹൃദയം തകർന്ന ഒരു അമ്മയായും ചരിത്രം മറന്നുവെച്ച ഒരു പെൺകരുത്തായി ഭാനുമതി ഇന്നും മഹാഭാരതത്തിൽ ജ്വലിച്ചു നിൽക്കുന്നു. ധർമ്മം ജയിക്കും, എന്നാൽ വേദന എല്ലാവർക്കുമുണ്ട്. ഇവിടെയാണ് ഭാനുമതിയുടെ കഥയുടെ അവസാനഘട്ടം. ലോകം സുരവീരന്മാരെ മാത്രം എഴുതിക്കൊടുത്തു. എന്നാൽ തന്റെ നിഷ്കളങ്ക സ്നേഹത്തോടും അഭ്യുദയത്തിന്റെയും പ്രതീകമായ ഭാനുമതി ഇന്നും മഹാഭാരതത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്.
നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ലഹരി ചെയ്യാനും തെഹ്മേസോ ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട മഹാഭാരത് കഥാപാത്രത്തെ യുൾക്കുക ചെയ്യാനും മറക്കരുത്. അടുത്ത കഥയിൽ വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കഥാസാരിത് സാഗരത്തിൽ. നമസ്കാരം, ശുഭദിനം.